ഹായ് ഫ്രണ്ട്സ്, വേറൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് ഹോണ്ട ഷൈൻ 125 വണ്ടിയുടെ എൻജിൻ സെറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരെയും ഈ വീഡിയോയിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പോൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. എല്ലാ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദവമായി ക്ഷണിക്കും. എല്ലാവർക്കും വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ഇതിൻ്റെ ഷൈൻ വണ്ടിയുടെ എൻജിൻ കവറെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ഇതിൽ ഒട്ടും അഴുക്കൊന്നും പാടില്ല, മണ്ണോ പൊടിയോ ഒന്നും പാടില്ല. ഇതേപോലെ നന്നായിട്ട് സർവീസ് സ്റ്റേഷനിൽ കൊടുത്ത് എൻജിൻ കവറെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ഓക്കെ, ബെയറിങ്ങുകളെല്ലാം നമ്മൾ ചെക്ക് ചെയ്യണം. ഇതൊക്കെ നല്ല ബെയറിങ്ങാണ്. ഞാൻ ഓയിലൊക്കെ ലൂബ് ചെയ്ത് വച്ചിരിക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഗിയറിൻ്റെ സെക്ഷനാണ്. ഗിയർ ബോക്സ് നമുക്ക് സെറ്റ് ചെയ്യാം. അതിൽ ഇൻപുട്ട് ഷാഫ്റ്റ്, ഔട്ട്പുട്ട് ഷാഫ്റ്റ്, അതായത് ലേ ഷാഫ്റ്റ്, അതിൻ്റെ മെയിൻ ഷാഫ്റ്റും ഉണ്ട്. അപ്പോൾ ഇതിൽ ഗിയർ വീൽസ് എല്ലാം ഞാൻ ഒന്ന് ഇളക്കി കാണിക്കും. ഇതാണ് ലേ ഷാഫ്റ്റ്. ഇതിപ്പോൾ ഈ ഗിയർ വീല് ഇതിൽ ലോക്ക് ചെയ്തിട്ടുണ്ട്, സർക്കിൾ വെച്ച് ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ മറ്റുള്ള ഗിയർ വീൽസ് എങ്ങനെ കണക്ട് ചെയ്യുമെന്ന് നോക്കാം. ഓക്കെ, ഇതാ കണ്ടില്ലേ, ഇത് തിരിച്ചിടാൻ പറ്റത്തില്ല. ഇത് ഈ രീതിയിൽ ഇടണം. എന്നിട്ട് നമുക്കതാ ഇതിൽ ഈ വാഷർ, 2 ടൈപ്പ് വാഷറുണ്ട്. ഇതിൽ ഈ ചെറിയ വാഷർ നമുക്ക് ഇതിലിടണം. വലുത് ഈ വാഷർ ഇതിൽ കയറത്തില്ല. കണ്ടില്ലേ, ഇതുവരെ വരുള്ളൂ. നമുക്ക് ഇവിടെ വരണം, ഈ എൻഡിൽ വരണം. അതിന് ഈ ചെറിയ വാഷർ നമ്മളിത് ഇവിടെ ഇട്ടു. ഇതുവരെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയാണ്. പിന്നെ ഇതിൻ്റെ മേളിൽ ഒരു ബുഷ് നമ്മൾ ഇടുന്നുണ്ട്. അതായത് ഓയിൽ ഹോൾസ് ആണ് ഇതിൽ വരുന്നത്. കണ്ടില്ലേ, ഇട്ട് കഴിഞ്ഞു. ഇനി ഇതാ ഈ ചെറിയ ഗിയർ വീല് നമുക്ക് ഇവിടെ ഇടും. ഇതേപോലെ തിരിച്ചല്ല, ഇങ്ങനെ. ഓക്കെ, ഇവിടെ വന്ന് ഇങ്ങനെ കണക്ട്. കണ്ടില്ലേ, ഈ വാഷർ മേലിടും. അപ്പോൾ ലേ ഷാഫ്റ്റിലെ ഫിറ്റിങ്സ് കഴിഞ്ഞു. അതുപോലെ തന്നെ ഇത് മെയിൻ ഷാഫ്റ്റ്. ഈ ഗിയർ വീൽ ഇതിൽ ഫിക്സ് ആണ്. ഇതിൽ നമ്മൾ ഈ ഒരു ബുഷ് കണക്ട് ചെയ്യുന്ന ആദ്യം. കണ്ടില്ലേ, ഇട്ട് കഴിഞ്ഞു. എന്നിട്ട് ഈ വലിയ ഗിയർ വീല് ഇതിലെ നമ്മൾ സെറ്റ് ചെയ്യും. അതിൻ്റെ ആ പല്ലിൽ സൂക്ഷിച്ച് നോക്കി ഇടണം. എന്നിട്ട് ഈ വലിയ വാഷർ ഏറ്റവും താഴെ. അത് കഴിഞ്ഞിട്ട് ഈ ഭാഗത്ത് ഇതാ ഈ ഗിയർ വീല്. ഇത് ഇങ്ങനെ വരത്തില്ല, ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, വേണ്ടല്ലേ, കറക്റ്റായി. അടുത്ത് നമുക്ക് ഈ വാഷർ, ഈ പ്ലേറ്റ് വാഷർ ഇവിടെ ഇടും. ഇട്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ നേരത്തെ ഇട്ടതുപോലെ തന്നെ ഒരു ബുഷ് നമ്മളിവിടെ ഇട്ടു. ഇനി ഈ വീല് ഈ തിരിഞ്ഞു പോകരുത്. ഈ കുഴിഞ്ഞ ഭാഗം അകത്തോട്ട് വരണം, ഇങ്ങനെ വരരുത്. എങ്കിൽ ഗിയർ ശബ്ദം വരും. എന്നിട്ട് ഈ വാഷ് ഇതിൻ്റെ മേലും. ഓക്കെ, അപ്പോൾ മെയിൻ ഷാഫ്റ്റ്, ലേ ഷാഫ്റ്റ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. കണ്ടില്ലേ, ഇത് ഇങ്ങനെ സെറ്റ് ചെയ്യും. കണ്ടോ, ഇതാണ് ഗിയർ ഷാഫ്റ്റിൽ വീൽസൊക്കെ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ കേസിൽ, എൻജിൻ കവറിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഈ കവറ് റൈറ്റ് സൈഡ് കവറാണ്. അപ്പോൾ ഈ ഷാഫ്റ്റ്, ക്ലച്ച് ഷാഫ്റ്റ്, ഈ ഷാഫ്റ്റ് ഇതിലേ ഇറങ്ങും. ഓക്കെ, ഞാനപ്പോൾ ഈ 2 ഷാഫ്റ്റും കൂടി ചേർത്ത് വെച്ച് ഞാനിതിൽ ഇറക്കാൻ പോകുന്നത്. അപ്പോൾ അടിയിൽ ഈ വാഷ് വീഴാതെ നമ്മൾ അടിയിൽ പിടിച്ചോണം. ഇങ്ങനെ അടിയിൽ പിടിച്ചോണം, അല്ലെങ്കിൽ വാഷ് തറയിലങ്ങ് പോകും. തറയിലല്ല, താഴോട്ട് പോകും. ഇനി ആ ബെയറിങ്ങിൽ സൂക്ഷ്മമായിട്ട് നമുക്ക് കയറി എന്നുള്ളത് ഉറപ്പ് വരുത്തുന്നത് ഇവിടെ മട്ടത്തിന് പറഞ്ഞു. ചിലപ്പോൾ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ, ഗിയർ വീൽ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ ഷാഫ്റ്റ് ഇറങ്ങിയില്ല എന്നർത്ഥം. ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞു. കണ്ടില്ലേ, ഇത് ക്ലച്ച് സൈഡ്. കണ്ടില്ലേ, ക്ലച്ച് സൈഡ് ഈ രീതിയിൽ വന്ന് നിൽക്കും. ഓക്കെ, അപ്പോൾ ഗിയർ ഷാഫ്റ്റ് നമ്മൾ ഈ വീൽസും സെറ്റ് ചെയ്തു. ഇനി ഇതിൽ ഈ സെലക്ടറിൽ അല്ലെങ്കിൽ ഗിയർ ഡ്രമ്മിൽ നമുക്ക് കോളർ സെറ്റ് ചെയ്യണം. 2 കോളറുണ്ട്. ഇനി നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിൽ 2 ടൈപ്പ് കോളർ വരുന്നുണ്ട്. ഷാഫ്റ്റും അതേപോലെ തന്നെ നീളം കൂടിയതും കുറഞ്ഞതുകൊണ്ട് ഈ ചെറിയ കോളർ ലേ ഷാഫ്റ്റിൽ വരും, വലിയ കോളർ മെയിൻ ഷാഫ്റ്റിൽ വരും.
അപ്പോൾ അതെങ്ങനെ നമുക്ക് ഇടുമെന്ന് ആദ്യം നോക്കാം. ആദ്യം നമുക്ക് ലേ ഷാഫ്റ്റിലൊന്ന് ഇട്ട് നോക്കാം. കണ്ടില്ലേ, ഇതാ ഈ ഭാഗം സെലക്ടറിൻ്റെ ഈ ഗ്രൂവിൽ കയറും. അപ്പോൾ ഇതാ ഈ ഗ്രൂവിൽ നമ്മൾ പതുക്കെ ഇങ്ങനെ പൊള്ളിച്ചിട്ട് വേണ്ടോ, എന്നിട്ട് ഈ ചേസിൽ ഈ ചേസ് എൻജിൻ കവറിൽ ഇത് ഈ ഷാഫ്റ്റ് ഇങ്ങനെ ലോക്കാവണം ഇതിനകത്തൂടെ. അപ്പോൾ ഒന്നും കൂടെ ഞാൻ ഇതിൽ വെച്ചിട്ട് ഇട്ട് എഴുതും. ഓക്കെ, ഇനി മെയിൻ ഷാഫ്റ്റിൽ കോളർ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ കണ്ടില്ലേ, ഇത് ഇങ്ങനെ നമുക്ക് യാതൊരു കാരണവശാലും ഇടാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് കറക്റ്റ് ആവില്ല. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഡ്രമ്മിൻ്റെ സ്ലോട്ടിൽ ഈ പോയിന്റ് വന്ന് കയറും. അപ്പോൾ അതുപോലെ തന്നെ ലേ ഷാഫ്റ്റിൽ ഇട്ടതുപോലെ തന്നെ മെയിൻ ഷാഫ്റ്റിൽ ഇതാ ഇതിനെ കണ്ടോ, ഈ ഗ്രൂവിൽ രണ്ടാമത്തെ ഗ്രൂവിൽ, ആദ്യത്തെ ഗ്രൂവിൽ നമ്മൾ ലേ ഷാഫ്റ്റിൻ്റെ സെറ്റ് ചെയ്തു, ക്ലച്ച് ഷാഫ്റ്റിൻ്റെ സെറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഇൻപുട്ട് ഷാഫ്റ്റിൻ്റെ സെറ്റ് ചെയ്തു. ഇനി ഔട്ട്പുട്ട് ഷാഫ്റ്റിലെ കണക്ഷൻ വന്നിട്ട് നമ്മൾ ഡ്രമ്മിൻ്റെ താഴത്തെ ഗ്രൂവിൽ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ റാഡ് ഇട്ട് ലോക്ക് ചെയ്യാൻ പോകും. കണ്ടില്ലേ, ഓക്കെ, ലോക്കായി. ഇതാ ഇപ്പം ഗിയർ വീൽസ് സെറ്റായി കഴിഞ്ഞു. ഇനി നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ഇങ്ങനെ വെച്ചൊന്ന് നോക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഗിയർ വീൽസൊക്കെ ഒന്ന് സെലക്റ്റായി വരുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, വേണ്ട, ഇത് ന്യൂട്രൽ പൊസിഷൻ ആകുമ്പോൾ അതിൻ്റെ ന്യൂട്രൽ ലൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ന്യൂട്രലിൻ്റെ ഇവിടെ ഒരു പോയിന്റ് വരുമല്ലോ, ഇവിടെയാണ് സ്വിച്ച് നമ്മൾ കണക്റ്റ് ആകുന്നത്. ഈ ന്യൂട്രൽ ലൈറ്റ് സ്വിച്ച് ഇവിടെ കണക്റ്റ് ആയി. ഇവിടെ ഒരു സ്പ്രിങ്ങും ഒരു സ്പ്രിങ്ങും ഒരു നിബിൾ പോലത്തെ ഒരു സാധനം ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇത് മറ്റേ കവറിൽ ഇങ്ങനെ കണക്റ്റായി. അപ്പോൾ ഇതാ ഈ സ്പോട്ടിൽ വന്ന് ഈ പോയിന്റ് തട്ടുമ്പോഴാണ് പച്ച ലൈറ്റ് മീറ്ററിനകത്ത് കത്തുന്നത്. അതിനുള്ള സംഗതിയാണിത്. അപ്പോൾ ഇതിപ്പോൾ ന്യൂട്രൽ പൊസിഷൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇത് പിന്നെ നമുക്ക് വയ്ക്കും. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത് നമുക്ക് ക്രാങ്ക് വയ്ക്കാം. ക്രാങ്ക് വയ്ക്കുന്നതിന് മുമ്പ് തന്നെ കുറച്ച് ഓയിൽ നമുക്ക് ഇതിൻ്റെ ഈ ഭാഗങ്ങളിൽ ഇടാം. അതുപോലെ തന്നെ ഈ ഗിയർ വീൽസിൻ്റെ ഇടയ്ക്ക് ഈ റാഡിൽ ഓക്കെ. അപ്പോൾ ക്രാങ്ക് വയ്ക്കുന്നതിന് മുമ്പേ തന്നെ ഇതിലൊരു ബെയറിങ്, നീഡിൽ ബെയറിങ്, ഇതിൽ ബാൾ ബെയറിങ് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ലെയ്ത്തിൽ ഇതിൻ്റെ പണിയെല്ലാം, ഇതിൻ്റെ കണക്റ്റിംഗ് റോഡ്, ഇവിടുത്തെ കണക്റ്റിംഗ് റോഡ്, പിന്നെ ഇതിനകത്തുള്ള ബെയറിങ്, ഈ വലിയ ബെയറിങ്ങും ലെയ്ത്തിൽ സെറ്റ് ചെയ്ത് ഇതിൻ്റെ അലൈൻമെൻറ്റ് നോക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഇതിൽ നീഡിൽ ബെയറിങ് നമ്മളാണ് സെറ്റ് ചെയ്യേണ്ടത്. ഇതാണ്ടോ, ഇതാണ് ആ ബെയറിങ്. കണ്ടല്ലേ, ഈ നെബിള് ഈ ഇന്നർ സ്ലീവ് ഇങ്ങനെ വരും. ഇത് നമുക്ക് പിന്നെ ഇടാം, അല്ലെങ്കിൽ ഇതിങ്ങനെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഒന്ന് ചെറുതായിട്ട് പഞ്ച് വെച്ച് തട്ടി. നമുക്ക് ഇതേപോലെ ഒരു പഞ്ച് എടുത്ത് ചെറുതായിട്ട് ഇങ്ങനെ മാറി കണ്ടോ, ബെയറിങ് നന്നായിട്ട് ഇറങ്ങി കഴിയും. വലിയ അടി അടിക്കരുത്, ചെറുതായിട്ട് ചുറ്റും തട്ടി കുറച്ച് ഓയിലും കൂടെ അപ്ലൈ ചെയ്തിട്ട് നമുക്കിനി ക്രാങ്ക് കണ്ടില്ലേ. ക്രാങ്ക് ഞാൻ കണക്ടർ റോഡിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇറങ്ങി കഴിയും. ഇത്ര. അപ്പോൾ തട്ടേണ്ട ആവശ്യമൊന്നും ഇല്ല. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് ഇതിൽ ഗ്ലൂ അപ്ലൈ ചെയ്യണം. ഇതിൽ ഗ്ലൂ റെഡ് കളർ വേണമെങ്കിൽ അത് ചെയ്യാം, ഗ്രേ കളറുണ്ട്, വൈറ്റ് കളറുണ്ട്, സിലിക്കോൺ ബേസിൽ വരുന്നതുകൊണ്ട് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഇപ്പോൾ എനിക്ക് കിട്ടിയത് റെഡാണ്. റെഡ് വയ്ക്കുമ്പോൾ ഇതിൻ്റെ വെളിയിലൊക്കെ കുറച്ച് ചുവപ്പൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. അത് നമുക്ക് പിന്നെ പെട്രോളിലൊന്ന് വാഷ് ചെയ്തെടുത്താൽ മതി, കുഴപ്പമില്ല. പക്ഷേ റെഡ് ഇത് നല്ല ഒരു ഇതാണ്, നല്ലൊരു ഗ്ലൂ ആണ്. അപ്പോൾ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം, പക്ഷേ കൂടുതലായിട്ട് വാരി നമ്മൾ വയ്ക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ അതിനെ നമ്മളൊരു ചെറിയൊരു വര വരച്ച് പോകുന്നത് പോലെ, അല്ലെങ്കിൽ ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്താലും മതി. ഇങ്ങനെ അപ്ലൈ ചെയ്താലും കൂടാൻ ചാൻസ് ഉണ്ട്. അത് നമ്മൾ നോക്കി ചെയ്യണം.
ഇതേപോലത്തെ ഒരു ബണ്ണ് വെച്ച് ഇതിനിടയ്ക്കുള്ള ഇതൊക്കെ ഇങ്ങനെ ഒന്ന് എടുത്തു കൊടുത്താൽ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് അകത്തോട്ട് ഇറങ്ങി ബ്ലോക്ക് ആവത്തില്ല. ഇത് എയർ പാസേജിങ് ഏരിയയാണ്. അപ്പോൾ ബ്രീതർ ട്യൂബിൽ എയർ ഇതിൽ നിന്ന് ഔട്ട് പോകണം. അപ്പം തടസ്സം വരാൻ പാടില്ല. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതേപോലെ തന്നെ മറ്റേ കവറിൽ, ഈ കവറിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യണം. അതിനു മുമ്പേ ഇതിലൊരു മെയിൻ ഷാഫ്റ്റിൻ്റെ ഒരു ബെയറിങ് ഇളകി പോയിട്ടുണ്ട്. അത് നമുക്ക് വയ്ക്കാം. ഇതാണ് ആ ബെയറിങ്. ഇതിൽ കുറച്ച് ഓയിൽ ഇങ്ങനെ ഇട്ടിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു പഞ്ച് വെച്ച് നമുക്ക് ആ ബെയറിങ് തട്ടി. കണ്ടല്ലേ? അപ്പോൾ ഇതിലും നമുക്ക് ഗ്ലൂ ഒന്ന് രണ്ട് കവറിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തു. ഇനി എന്താ, ഈ ബെയറിങ് വരുന്ന പോർഷനിൽ കുറച്ച് ഓയിൽ ഇടാം. ശരി, ഇനി നമുക്ക് ഈ കവറ് ഇതിൽ സെറ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് എല്ലാ ബോൾട്ടുകളും നമുക്ക് ഇനി നമുക്ക് ഈ ക്രാങ്കിനെ ഒന്ന് ഈ പ്ലേ ഒന്ന് കുറയ്ക്കുകയാണ്. ഇവിടെ ഒരു 3 ക്ലാമ്പ് വരും. ഇതേപോലെ ഇതിനെ നമുക്ക് ആ ബെയറിങ്ങിൽ ഈ ക്രാങ്ക് ഒന്ന് ഇങ്ങോട്ട് മുകളിലോട്ട് പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ച് നമുക്കിവിടെ ഈ ബോൾട്ടിട്ട് സെറ്റ് ചെയ്യാം. ഇത് അതേപോലെ
അപ്പോൾ ഈ 3 ക്ലാമ്പ് നമ്മൾ സെറ്റ് ചെയ്തു. ക്ലാമ്പ് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് നേരത്തെ പറഞ്ഞ പോലെ ഈ ക്രാങ്ക് നമ്മൾ തൂക്കി പിടിക്കണം. തൂക്കി ഇങ്ങനെ മേളിലോട്ട് പിടിച്ചിട്ട് ഈ ബെയറിങ്ങിൻ്റെ കോളറിൽ, ഔട്ടർ കോളറിൻ്റെ അകത്ത് ഈ ലോക്ക്, ഈ ക്ലാമ്പ് ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ക്ലാമ്പ് കയറി 3 അതേപോലെ ഇങ്ങനെ തൂക്കി ഈ ക്രാങ്കിനെ നിർത്തണം. അതാണ് ഇതിൻ്റെ കറക്റ്റ് ഫിറ്റിങ്സ്. അത് ഒരുപാട് പേര് കമൻറ്റിലും വിളിച്ചുമൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഇതെങ്ങനെയാണ്, എന്തിനാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായെന്ന് ഞാൻ ചോദിക്കുന്നു. അടുത്തിൻ്റെ നമുക്ക് ചെയ്യാനുള്ളത്, ഇതാ ഇവിടെ ഒരു ടെൻഷൻ സ്പ്രിങ്ങും ഒരു പിന്നും ഇത് കണ്ടില്ല, ഇതായത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് വിട്ടിരിക്കുന്ന ഈ ഭാഗം ഈ ക്രാങ്കിൻ്റെ ഭാഗത്ത്, ക്രാങ്കിൻ്റെ ഔട്ടറിൽ ഇങ്ങനെ തള്ളി നിൽക്കണം. അതായത് ക്രാങ്കിൻ്റെ ഔട്ടർ ഈ ഭാഗത്താണ് വരുന്നത്, ഈ ഭാഗം. അപ്പോൾ ഈ വെട്ട് ഇങ്ങനെ ആ ഭാഗത്തോട്ട് പോകാം. കണ്ടില്ലേ? ശരി, അത് കറക്റ്റായിട്ട് ഇട്ടു. എന്നിട്ട് ഈ സ്പ്രിങ്, ഈ ടെൻഷൻ സ്പ്രിങ്, ഈ സ്പ്രിങ് ഇതിനകത്ത് എന്നാ, എന്നിട്ട് അതിൻ്റെ മേളിൽ ലോക്ക് ചെയ്യുന്നതാണ് ഈ ക്ലാമ്പ്. ഇതാ കണ്ടോ, ഇങ്ങനെ പ്രസ്സായി നിൽക്കും. അപ്പോൾ സ്റ്റാർട്ടാകുമ്പോൾ ഒരു ചെറിയ വൈബ്രേഷൻ, ഇങ്ങനെ ഒരു വൈബ്രേഷൻ വരും. അതിനെ കുറയ്ക്കാനും, അപ്പോൾ എഞ്ചിൻ്റെ വൈബ്രേഷൻ കുറയ്ക്കാനും കൂടെയാണ് ഈ ഒരു ഫിറ്റിങ്സ് വരുന്നത്. അപ്പോൾ ഇതിന് ഇവിടെ ഒരു 8-ൻ്റെ ബോൾട്ട് ഇട്ട്, ഈ ചെറിയൊരു ബോൾട്ട് ഇട്ട് നമുക്ക് ഇതിനെ ലോക്ക് ചെയ്യാം. ഫുൾ ടൈറ്റ്, കണ്ടില്ലേ? ഇനി അനങ്ങത്തില്ല. അതേസമയം സ്റ്റാർട്ടാകുമ്പോൾ ചെറിയൊരു വൈബ്രേഷൻ, ഇങ്ങനെ ഒരു വൈബ്രേഷൻ, അതിനെ ഇത് കുറയ്ക്കും. അപ്പോൾ വണ്ടിയിലെ വൈബ്രേഷൻ അങ്ങ് കുറയും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് ഇപ്പം എഞ്ചിൻ്റെ ഫൗണ്ടേഷൻ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്, ബോൾട്ട് എല്ലാം ടൈറ്റ് ചെയ്തു, അതുപോലെ ക്രാങ്കിൻ്റെ ഈ ഭാഗങ്ങളെല്ലാം ടൈറ്റ് ചെയ്തു. ഇനി അടുത്ത് നമുക്ക് ഇതിലെ ടൈമിംഗ് ചെയിന് കണക്ട് ചെയ്യാം. ചെയിൻ തേർഡ് നമുക്കത് ഇവിടെ സെറ്റ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ പുറത്തുള്ള ഈ ക്ലാമ്പും കൂടെ ഇട്ടിട്ട് 2 ബോൾട്ടും കൂടെ നമുക്കതാ ഇവിടെ ഇടാം. അപ്പോൾ എഞ്ചിൻ്റെ മൗണ്ടിങ് എല്ലാം കഴിയും. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ഒരു ബോൾട്ടും കൂടെ നമുക്കതാ ഇവിടെ, അതും 10 തന്നെ. അപ്പോൾ എൻജിൻ, ഗിയർ ബോക്സ്, ക്രാങ്ക്, അതിൻ്റെ ഫിറ്റിങ്സ്, അതിൻ്റെ ഫൗണ്ടേഷൻ ബോൾട്ടുകളെല്ലാം ടൈറ്റ് ചെയ്ത് ടൈമിങ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു പേഡ് സെറ്റ് ചെയ്യും. ക്ലച്ച് സൈഡൊന്ന് സെറ്റ് ചെയ്യും. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ ഇവിടെ ഓയിൽ ഫിൽട്ടർ, ഓയിൽ ഫിൽട്ടർ ഒന്ന് സെറ്റ് ചെയ്യും. പിന്നെ ഇവിടെ ഒരു കിക്കർ വീല്, ഒരു വാഷ് ആദ്യം. ഈ ബുഷ് നടക്കും. സർക്കിൾ ഇപ്പോൾ ഇനി കിക്കർ സെറ്റ് ചെയ്യാം. അതായത് ഇവിടെ ഇങ്ങനെ ഇറങ്ങും.
ഇറങ്ങി ഇതാ ഈ ഈ ഈ സ്റ്റോപ്പർ ഇതാ ഈ ക്ലാമ്പിൻ്റെ അടിയിൽ ഹോൾഡാവും. ഇങ്ങനെ എന്നെ ഇറക്കി ഈ സ്പ്രിങ് ഇതാ പതുക്കെ ഇങ്ങോട്ട് പിടിച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അടുത്ത് നമുക്ക് ഈ സ്പ്രിങ്ങിനെ പിടിച്ചതായി ഇവിടെ കൊണ്ടുവരും. ഇത്രയേ ഉള്ളൂ. ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. ഇതിലെല്ലാം ഫിക്സഡാണ്, എല്ലാം ഫിക്സ് ചെയ്തിരിക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു കിക്കർ ഷാഫ്റ്റിനെ നമ്മളിത് ഇങ്ങനെ എടുത്ത് ഈ ഭാഗം, ഈ തള്ളി നിൽക്കുന്ന ഭാഗം ഈ ലെവലിന് പോകണം. അത് ഇവിടെ ഇതിനടിയിലാണ് കയറേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഭാഗത്തായിട്ട് ഇറക്കി വലത്തോട്ട് തിരിക്കും. ഇതാ കണ്ടില്ലേ, ഇങ്ങനെ ഇറക്കി വലത്തോട്ട് തിരിച്ചിട്ട് ഇതാ ഈ സ്പ്രിങ്ങിനെ പിടിച്ച് ഇതിനകത്ത് വേണ്ട. അപ്പോൾ കിക്കർ സ്പ്രിങ് ലോക്കായി. അപ്പോൾ കിക്കർ ഷാഫ്റ്റ് സെറ്റായി. അപ്പോൾ ഈ വീലിനെ പിടിച്ച് കറക്കുമ്പോൾ, ഈ ഐഡിയൽ വീലിനെ പിടിച്ച് കറക്കുമ്പോൾ ക്ലച്ച് കറങ്ങുമ്പോൾ ക്രാങ്ക് കറങ്ങും. അങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ പോകുന്നത്. ഓക്കെ, അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഗിയർ ഷാഫ്റ്റ്. ഗിയർ ഷാഫ്റ്റ് അപ്പോൾ ഫിറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ നോക്കേണ്ടത് കിക്കറിൻ്റെ മില്ലിങ് കൊള്ളാമോ, അതേപോലെ തന്നെ ഗിയർ ഷാഫ്റ്റിൻ്റെ മില്ലിങ്, ഈ പല്ല് ഇതൊക്കെ കൊള്ളാമെന്ന് ആദ്യം നോക്കണം. ഇവിടെ ഒരു വാഷമുണ്ട്. ഈ വാഷ് നമ്മൾ നിർബന്ധമായിട്ട് ഇടണം. ഇവിടെ ഇട്ടിട്ട് ഇതിൽ കുറച്ച് ഈ ഷാഫ്റ്റിൽ തന്നെ കുറച്ച് ഓയിലൊന്ന് ഇടണം. ഓയിലിട്ട് കണ്ടില്ലേ, ഇതാ ഈ കുറ്റി കണ്ടോ, ഈ കുറ്റിയിൽ ഇതാ ആ കുറ്റി ഇതാ ഈ ഇടയ്ക്ക് കയറും, ഈ സ്പ്രിങ്ങിൻ്റെ ഇടയ്ക്ക് കയറും. സാധാരണ ഗിയർ നമ്മൾ ഇടുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആ ഒരു സ്പ്രിങ് ആക്ഷൻ വരാത്തതിന് കാരണം ഈ സ്പ്രിങ് പൊട്ടിപ്പോകുമ്പോഴാണ്. ഇതാ ഈ സ്പ്രിങ് കംപ്ലൈൻറ്റ് വരുമ്പോഴാണ്. അപ്പോൾ ഇങ്ങനെ തന്നെ നേരെ താഴോട്ട് അടിയിൽ തട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയൊരു തട്ട് കൊടുക്കുമ്പോൾ വേണ്ടല്ലേ, ഇതാ അവിടെ ഇറങ്ങിക്കഴിഞ്ഞു. ഇനി കണ്ടല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോഴാണ് ഗിയർ ഷിഫ്റ്റ് ആവുന്നത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. അടുത്ത് നമുക്ക് ഇതാ ഇവിടെ കുറച്ച് പരിപാടി, ഇതാ ഇത്രയും സാധനങ്ങളാണ് വരുന്നത്. അപ്പോൾ അതിനു മുമ്പേ ഇതാ ഇവിടെ ഒരു ലോക്ക് നമുക്ക് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ വരും, കണ്ടില്ല, ഈ വെട്ട് കണക്കാക്കി സെറ്റ് ചെയ്യണം. ഓക്കെ, അതിൻ്റെ പുറത്ത് ഇതാ ഈ ഹെലിക്കൽ ഗിയർ അല്ലെങ്കിൽ പ്രൈമറി ഗിയർ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമുക്കൊരു ഇതാ ഈ ഒരു ലോക്ക് ഇതാ ഇവിടെ ഓക്കെ. എന്നിട്ട് ഇതിനെ കണ്ടോ, അപ്പോൾ അത് സെറ്റായി കണ്ടില്ലേ. ഇനി നമുക്ക് ക്ലച്ച് ബെല്ല് സെറ്റ് ചെയ്യാം.
ക്ലച്ച് ബെല്ല്, ക്ലച്ച് ഫേസിങ്, അതേപോലെ പ്രൈമറി വീല്, അതേപോലെ പമ്പിൻ്റെ വീല് ഒക്കെ സെറ്റ് ചെയ്തു. ഗ്യാസ്കറ്റ് ഇട്ട് ക്ലച്ച് കവർ സെറ്റ് ചെയ്തു. അടുത്തിനി നമുക്ക് സിലിണ്ടറും ഹെഡ് നമുക്കിനി സെറ്റ് ചെയ്യണം. ഓക്കെ, ഈ ഹോളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം. ഇത് അടവൊന്നും പാടില്ല. ഇവിടെ നിന്നാണ് ഓയിൽ മേളിലേക്ക് പാസ് ചെയ്ത് വരുന്നത്. അപ്പോൾ അതെല്ലാം കൃത്യമായിരിക്കണമെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് അടുത്തിനി പിസ്റ്റൺ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നാളൊരു വീഡിയോയിൽ ഒരു ഫ്രണ്ട് ഇങ്ങനെ കമൻ്റ് ഉണ്ടായിരുന്നു, പിസ്റ്റൺ ഇട്ടത് അതിൻ്റെ റിങ്സിൻ്റെ പൊസിഷൻ ഒന്നും കാണിച്ചില്ല എന്ന്. അപ്പോൾ ഞാനത് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് കണ്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ എനിക്കത് സമയം കുറയ്ക്കാനാണ് ഞാനത് ഒഴിവാക്കിപ്പോയത്. ഒഴിവാക്കിയില്ല, ഞാൻ കാണിച്ചു, പക്ഷേ വ്യക്തമായിട്ട് പറഞ്ഞില്ല. ഞാൻ എങ്കിലും ചെറിയ രീതിയിൽ ഞാനൊരു വിശദീകരണം തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ബോർ ചെയ്തതാണ്. ഇത് ഫസ്റ്റ് ഓവർ സൈസാണ് ഈ കിടക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ബോർ ചെയ്യാം, പുതിയത് വാങ്ങിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ബോർ ചെയ്താൽ വേറെ വിഷയമൊന്നുമില്ല. ഒരുപാട് പേർക്ക് ബോർ ചെയ്ത് കൊടുക്കുന്നുണ്ട്, വേറെ വിഷയങ്ങളൊന്നുമില്ല. പക്ഷേ നല്ല നിലവാരമുള്ള പിസ്റ്റൺ തന്നെ ഇട്ട് ബോർ ചെയ്യാൻ നോക്കണം. അപ്പോൾ ഇതിൽ 2 സർക്കിളിപ്പുണ്ട്, ലോക്കുണ്ട്. കണ്ടില്ലേ ലോക്ക്? അപ്പോൾ ഇതിൽ പിസ്റ്റൺ പിന്നെ ഇതായിട്ടിട്ടുണ്ട്, ഇതിലിട്ടിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ പിസ്റ്റൺ പിന്നെ ഇതായി ഞാൻ ഇട്ടിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ ഒരു ലോക്ക് നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇന്ന് ഔട്ട്. ഇന്നെന്ന് പറയുമ്പോൾ വാൾവിൻ്റെ വലിയ വാൾവ് അല്ലെങ്കിൽ ഇൻലെറ്റ് വാൾവ് വരുന്നത് ഈ ഭാഗത്താണ്. ഇതിൽ ഗ്രൂവ് തന്നെ ഉണ്ട്. അപ്പോൾ ഇന്നെന്ന് പറയുമ്പോൾ കാർബറേറ്ററിൻ്റെ ഭാഗത്ത് മേലിലേക്ക്, ഓക്കെ, കാർബറേറ്ററിൻ്റെ സൈഡിൽ ഇത് സ്റ്റാൻഡ് ടൈപ്പ് എഞ്ചിനാണ്. അപ്പോൾ ഇത് ഇങ്ങനെ വരും. ഇത് എക്സോസ്റ്റ് വാൾവ്, ഔട്ട്ലെറ്റ് വാൾവ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ സൈഡിൽ, അതിൻ്റെ റൈറ്റ് സൈഡിൽ ലോക്ക് ഇടാം. അപ്പോൾ നമുക്ക്, ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്, ഈ അടുത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഈ സൈഡിൽ ലോക്കിട്ട് തീർക്കും. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ പിസ്റ്റൻ്റെ വലത് ഭാഗത്ത് ലോക്ക് സെറ്റ് ചെയ്യാം. അത് നിങ്ങളുടെ സൗകര്യാർത്ഥം എങ്ങനെ വേണമെങ്കിലും ഇടാം, കുഴപ്പമില്ല. ഇതായി ഞാൻ ഇട്ടിട്ട് ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ച് നമുക്ക് അതൊക്കെ കണ്ടോ, ഇതൊക്കെ കൃത്യമായിട്ട് ആ ഗ്രൂവിൽ വിഴുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പ്രോസസ്സിങ് കഴിഞ്ഞു. അടുത്ത് നമുക്ക് ഇതിൽ 5 റിങ്സ് വേണം. ഓയിൽ സപ്പോർട്ട് റിങ്സ്, ഓയിൽ സ്ക്രാപ്പർ റിങ്, അതേപോലെ 2 കംപ്രഷൻ റിങ്. കണ്ടില്ലേ, ഒരു വെള്ളയും കറുപ്പും. അപ്പോൾ ആദ്യം നമുക്ക് ഓയിൽ റിങ്സ് ഇതിൽ MW ഈ ഒരു പൊസിഷനിൽ വരും. അപ്പോൾ M മോഡലിൽ നമുക്കിതാ M കണ്ടില്ലേ, M പറഞ്ഞിട്ട് ഇതാ ഇങ്ങനെ M ഇങ്ങനെ M. അപ്പോൾ ഇതിൻ്റെ ഗ്യാപ്പ്, അതായത് 5 റിങ്സാണ് നമുക്കിതിൽ വരുന്നത്. എനിക്ക് കൂടുതൽ വിശദീകരണം തന്നാൽ വീഡിയോ ലെന്ത് കൂടിപ്പോകും. അപ്പോൾ ഞാൻ ഇതിൻ്റെ നടുക്കത്തെ ജോയിൻ്റ് കണ്ടില്ലേ, ഇവിടെ നടുക്കിട്ട് അടുത്ത് അതിൻ്റെ സപ്പോർട്ട് റിങ്സ് വന്നിട്ട് ഇതിൻ്റെ സൈഡിൽ ഇതാ ഇവിടെ ഇഞ്ഞായിപ്പോയിൽ ഇവിടെ ഞാൻ പിസ്റ്റൺ മാത്രം വെച്ച് നല്ലൊരു ക്ലാസ് രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് കയറി കണ്ടാൽ വളരെ ഉപകാരം. ഇതാ കണ്ടില്ലേ ഇവിടെ, അതുപോലെ തന്നെ ഈ ഭാഗത്ത് ഓക്കെ, കണ്ടില്ലേ? അപ്പോൾ ഓയിൽ റിങ്സിൻ്റെ 3 റിങ്സിൻ്റെ പൊസിഷൻ, 1 നടുക്ക്, 2 സൈഡിൽ. വേറൊരു കാര്യം ചിന്തിക്കാനുള്ളത്, എല്ലാം നേർക്ക് വരാതെ ഇരിക്കാൻ ശ്രദ്ധിച്ചാൽ മതി. ഇതിൽ വേറെ വിഷയങ്ങളൊന്നുമില്ല. പിന്നെ ഈ സൈഡിൽ നിന്ന് വരാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ ഏറ്റവും നല്ലതാണ്. ഓക്കെ, അടുത്ത് നമുക്ക് കറുത്ത റിങ്സ് ആണ്. ഇതിൻ്റെ എഴുത്ത് മേളിലേക്ക് വരുന്ന രീതിയിൽ ഇട്ടാൽ ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് ഇൻസൈഡ് ഇവിടെ മേളിൽ ഇവിടെ ഇട്ടിടാം. അതിനെ ഈ 2ാമത്തെ ഗ്രൂവിൽ, 2ാമത്തെ വെട്ടിൽ നമുക്ക് ഈ ഒരു പൊസിഷനിലിടും, ഇവിടെയും. അടുത്ത് വെള്ളം എഴുത്ത് മേളിലേക്ക് വരുന്ന രീതിയിലിട്ടാൽ ഏറ്റവും നല്ലത്. ഓക്കെ,
കണ്ടോ? ശരി, ഇതാ കണ്ടില്ലേ? മേളിൽ ഈ ഇന്നെന്ന് പറയുന്ന ഭാഗത്ത് ഇതാ ഈ 2 ഭാഗത്താണ്. ഇതാ കണ്ടോ? ഇവിടെ ഇങ്ങനെ ഒരു ഇൻഡ് വരച്ച് കഴിഞ്ഞാൽ എങ്ങനെ വരും അതുപോലെ. ഓക്കെ, നടുക്ക് മാത്രം ഓയിൽ സ്ക്രാപ്പർ റിങ്ങിൻ്റെത് ഇവിടെ നടുക്ക് വരും. ശരി, ഇതാണ് അതിൻ്റെ പൊസിഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇടുന്ന സമയത്ത് അത് മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇതാ ഇവിടെ കുറച്ച് ഈ സ്പോട്ട് താഴെ വരണം. ഈ മാർക്ക് ടൈമിങ്ങിൽ കണ്ടില്ലേ? ഈ ഫ്രീ ക്യാം, ഇതാ ഈ ഫ്രീ ക്യാം, പിസ്റ്റൺ ടോപ്പ്. ഈ ലോക്ക് ഇതിനെ നിറക്കിയിരുന്ന പിസ്റ്റൺ ടോപ്പാണ്. ഇപ്പോൾ പിസ്റ്റൺ ടോപ്പിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടൈമിങ് ചെയ്യാൻ ആണോ? ആണോ? അപ്പോൾ കറക്റ്റ് ടൈമിങ്. അതായത് ഇവിടെ പിസ്റ്റൺ ടോപ്പ്, ഫ്രീ ക്യാം, ഈ മാർക്ക്. ഓക്കെ, ഇനി നമുക്ക് 8-ന്റെ വോൾട്ട് വെച്ച് തന്നെ അപ്പോൾ പിസ്റ്റൺ, സിലിണ്ടർ, വാൽവ് ഹെഡ് സെറ്റ് ചെയ്യുന്നു. അതേപോലെ ടൈമിങ് ഞാൻ ഉപയോഗിക്കും. അപ്പോൾ ഇനി ഇതിൽ ചെയ്യാനുള്ളത്, ഈ ഭാഗത്ത് ചെയ്യാനുള്ളത് വാൾവ് അഡ്ജസ്റ്റ് ചെയ്യണം. വാൾവ് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇതാ ഈ ഹോളിൽ കൂടി നന്നായിട്ട് പമ്പ് ചെയ്ത് ഓയിൽ വരുന്നുണ്ടോ എന്ന് നമ്മൾ തിട്ടമാക്കണം. അത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇട്ട് അടയ്ക്കാം. ഓക്കെ, അതൊക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് മാഗ്നറ്റ് സെറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ എല്ലാം ബാക്കിയെല്ലാം സെറ്റായി കഴിഞ്ഞു. അപ്പോൾ അതിനു മുമ്പേ നമുക്ക്
കണ്ടില്ലേ? ഈ വീല് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് മാഗ്നറ്റ് സെറ്റ് ചെയ്യാം. വേണ്ട, ഈ ബെയറിങ് ഇതിലിടണം. ഇത് 1 വേ ക്ലച്ചാണ്. 1 വേ ക്ലച്ച് കംപ്ലൈൻ്റ് ഇല്ല. അപ്പോൾ ഈ ഗ്രൂ നോക്കി ക്രാങ്ക് ഷാഫ്റ്റിൽ കണ്ടില്ലേ വീഴുന്നു. അപ്പോഴേ തന്നെ ഇതും കൂടെ കണ്ടില്ലേ, ഈ വലിയ പല്ല് അടിയിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട് കാണും. ഇവിടെ മോട്ടർ വന്ന് കണക്റ്റ് ആവും. ഓക്കെ, കണ്ടില്ലേ? പിന്നെ മാഗ്നറ്റ് ലോക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ മാഗ്നറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ പുറത്ത് കോർ സെറ്റ് ചെയ്യണം. അത് ഈ 2 പിന്ന് കറക്റ്റ് ആണോ എന്ന് നോക്കിക്കോണം. പാക്കിംഗ് ഇട്ട് അത് ചെയ്യണം. ഞാനത് ഇപ്പം ചെയ്യുന്നില്ല. അതുപോലെ ന്യൂട്രൽ ലൈറ്റിൻ്റെ ഞാൻ നേരത്തെ അത് കുറച്ച് പറഞ്ഞു. ഞാൻ അതും കൂടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. സെലക്ടർ ഡ്രമ്മിൽ കണ്ടില്ലേ, ഇതാ ഈ ഒരു സ്പ്രിങ് ഈ ഹോളിൽ ഇടണം. ഇട്ടിട്ട് ഇതാ ഒരു കപ്പ് പോലത്തെ ഒരു കുടൽ പോലത്തെ ഒരു ചെറിയൊരു ഗ്രൂ കണ്ടില്ലേ, ഇതാണ് സ്വിച്ച്. ഇതാണ് ന്യൂട്രൽ ലൈറ്റ് സ്വിച്ചിൽ കയറി കോണ്ടാക്റ്റ് ആവുന്നത്. ആണ് ഇതൊരു ഇങ്ങനെ പുഷ് പുള്ളു പോലെ ഇതെങ്ങനെ കിടക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഇതാണ് ന്യൂട്രൽ ലൈറ്റ് സ്വിച്ച്. ഈ വയർ നേരെ മീറ്ററിൽ പോകും. മീറ്ററിൽ പോകുന്ന എർത്താണ്. അവിടെ മെയിൻ ആ ബൾബിൽ കാണും, അല്ലെങ്കിൽ ആ ഹോൾഡറിൽ കാണും. ഇതാ ഈ പോയിന്റിലാണ് ഈ ന്യൂട്രൽ ലൈറ്റിൻ്റെ ഈ ഒരു സാധനം തട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ താഴോട്ട് വരുന്ന രീതിയിൽ തന്നെ ഇങ്ങനെ വെച്ച് സെറ്റ് ചെയ്യും. അതിലൊരു ഓറിംഗ് ഉണ്ട്, അത് ശ്രദ്ധിച്ചോളാം. ഓക്കെ, അപ്പോൾ മെയിനായിട്ടുള്ള എല്ലാ കാര്യവും ഏകദേശം ആയിട്ടുണ്ട്. 1/4 ഭാഗം ഒരു എഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ട 1/4 ഭാഗം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ ഓയിൽ സീൽ, മെയിൻ ഷാഫ്റ്റ് ഓയിൽ സീല്, ഗിയർ ഷാഫ്റ്റ് ഓയിൽ സീല്, അതേപോലെ അതിൻ്റെ വാൾവ് ഡോർ ഇട്ടടയ്ക്കണം, മാഗ്നറ്റ് കോർ ഇട്ടടയ്ക്കണം, പിന്നെ അതിൻ്റെ ഓയിൽ ബോൾട്ട്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ മെയിനായിട്ടുള്ള ഹോണ്ട ഷൈനിൻ്റെ എഞ്ചിനുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഏകദേശം പറഞ്ഞുകൊണ്ട് വിശ്വസിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഗിയർ ബോക്സ്, ക്രാങ്ക് സെറ്റ് ചെയ്തത്, അതേപോലെ ക്ലച്ച് സൈഡ്, ടൈമിങ് ചെയിന്, അതേപോലെ പിസ്റ്റൺ റിങ്സ്, ഹെഡ്, വാൾവ് സെറ്റിങ്, അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇനി സമയമെടുത്ത് നമുക്ക് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒത്തിരി ലെന്ത് വരും വീഡിയോ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ കൂടുതൽ സ്പീഡാക്കിയും കൂടുതൽ ഷോർട്ടാക്കിയും കാണിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ എല്ലാ സഹകരണവും ഞാൻ പ്രതീക്ഷിക്കുന്നു. വിലപ്പെട്ട കമൻറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല മറ്റൊരു നല്ല വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.